ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യം. സുഖം പ്രാപിച്ച മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്തായതിനാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. നീണ്ട 38 വർഷമായി രോഗിയായിരുന്ന ഒരാളെ അത്ഭുതകരമായി ഈശോ സുഖപ്പെടുത്തിയതിൻ്റെ സന്തോഷവും അത്ഭുതവും മനഃപൂർവ്വം മറച്ച് മാറ്റിവെച്ച് അതിൻ്റെ ശോഭയും സന്തോഷവും തകർക്കാൻ വേണ്ടി മാത്രം ഒരു പ്രസക്തിയുമില്ലാത്ത ചില സാങ്കേതിക തടസ്സം ഉന്നയിക്കുന്ന യഹൂദരെയാണ് നമ്മളിവിടെ കാണുന്നത്. ചിലർ അങ്ങനെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി അവർ ഒന്നും ചെയ്യുകയുമില്ല. ആരെങ്കിലും ഒരു നന്മ അവർക്ക് ചെയ്താൽ അത് കിട്ടാവുന്ന നല്ല സാധ്യതകളൊക്കെ അവരെന്തെങ്കിലും മുടക്കം പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ശോഭ സന്തോഷം കെടുത്തിക്കളയാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നത് കാണാം. അസൂയ കൊണ്ട് മാത്രമാണത്. തങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് വേറൊരാൾ ചെയ്യുന്നത് കാണുന്നതിലുള്ള അസൂയ കൊണ്ട് മാത്രമാണത്. നമുക്ക് പറ്റാത്ത എന്നാൽ മറ്റൊരാൾ ഒരു നന്മ ചെയ്തു കൊടുക്കുമ്പോൾ അതിൽ സന്തോഷിക്കാനും അത് ചെയ്തവരെ നല്ല മനസ്സോടെ അംഗീകരിക്കാനും അഭിനന്ദിക്കാനുമുള്ള ഒരു മനസ്സിൻ്റെ വലിപ്പം നമുക്കുണ്ടാകാൻ ഈ നോമ്പ് കാലത്ത് പരിശ്രമിക്കാം. ആമേൻ.